ഹായ് ഓൾ. ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഡൽഹി സുൽത്താനേറ്റിന്റെ സമൂഹത്തെ പറ്റിയിട്ടാണ്. അപ്പൊ ചാപ്റ്റർ 4 മധ്യകാല ഇന്ത്യ, അതില് ഡൽഹി സുൽത്താനേറ്റിന്റെ സമൂഹം എങ്ങനെയായിരുന്നു എന്നതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ഡൽഹി സുൽത്താനേറ്റ് ആ ഒരു സമയത്ത് സമൂഹത്തെ നാലായിട്ടായിരുന്നു വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് കുലീന വർഗക്കാർ, രണ്ടാമത് പുരോഹിതർ, മൂന്ന് പട്ടണവാസികൾ, നാല് കർഷകർ. അപ്പോ ഡൽഹി സുൽത്താനേറ്റിലെ സമൂഹം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവരെ മൂന്നായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കുലീന വർഗക്കാർ, രണ്ട് പുരോഹിതർ, പട്ടണവാസികൾ, അതേപോലെ തന്നെ കർഷകർ എന്നിങ്ങനെ നാലായിട്ടായിരുന്നു ഡൽഹി സുൽത്താനേറ്റ് സമയത്ത് നമ്മുടെ സമൂഹത്തിനെ തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത് വരുന്നത് ആരാണ്? നമ്മുടെ കുലീന വർഗക്കാർ. കുലീന വർഗക്കാരനകത്ത് ആരൊക്കെ വരും? നമ്മുടെ സുൽത്താൻ കാണും, സുൽത്താന്റെ ബന്ധുമിത്രാദികൾ കാണും, പിന്നെ അത് തന്നെ എന്തായിരിക്കും, പ്രഭുക്കന്മാര് കാണും. അത് മാത്രമല്ല ഹിന്ദു രാജാക്കന്മാരും ഹിന്ദു വ്യാപാരികളും എവിടെ കാണും? നമ്മുടെ കുലീന വർഗക്കാർ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഇടും. ഇവർ പ്രത്യേകത എന്തോന്നായിരിക്കും? ഇവരുടെ കയ്യിലാണ് നമ്മുടെ അധികാരം കംപ്ലീറ്റ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ കുലീന വർഗക്കാർ എന്ന് പറയും. ഇപ്പൊ സമൂഹത്തിലെ ഒന്നാമത്തെ വിഭാഗമാണ് കുലീന വർഗക്കാർ. ഇവരുടെ കയ്യിലായിരിക്കും അധികാരങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, രണ്ടാമത് വരുന്ന പുരോഹിതന്മാർ. പുരോഹിതന്മാർ പ്രത്യേകത എന്തോന്നായിരിക്കും? ഇവന്മാരെന്ന് പറഞ്ഞാൽ വളരെയധികം പ്രധാനപ്പെട്ട വിഭാഗമാണ്. ഓക്കെ, ഹിന്ദുയിലെ പുരോഹിതൻ എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാരാണ്. മുസ്ലിമിന്റെ പുരോഹിതർ എന്ന് പറഞ്ഞാൽ ഉഖാമകളും ആയിരിക്കും. ഓക്കെ, ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക്, അതായത് ബാക്കിയുള്ള ജനങ്ങൾക്കും രാജാവിനും ഓരോ കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വഴി അവർക്ക് എന്താണ്, നികുതി രഹിത ഭൂമികൾ കിട്ടും. അപ്പോ രാജാവിനും അതേപോലെ തന്നെ പ്രഭുക്കന്മാർക്കും ഒക്കെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് വരെ ഇവന്മാർക്ക് എന്താ കിട്ടുന്നത്? നികുതി രഹിതമായിട്ടുള്ള ഭൂമികളാണ് ഇവന്മാർക്ക് കിട്ടുന്നത്. ഇവിടെ രണ്ടാമത്തെ വിഭാഗക്കാർ. ഓക്കെ, മൂന്നാമത് വരുന്ന നഗരവാസികൾ. നഗരവാസികൾ എന്ന് പറഞ്ഞാൽ വളരെയധികം സമ്പന്നരായിട്ടുള്ള വ്യാപാരികളും വ്യവസായികളും ശില്പികളുമായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ നഗരവാസികൾ എന്ന് പറയുന്നത്. അത് മാത്രമല്ല എന്താണ്, സൈനികരുടെ ഒരു ഭരണ കേന്ദ്രം കൂടിയായിരിക്കും ഇവിടെ ഈ നഗരപ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തെ തട്ടിൽ വരുന്ന ആളുകളാണ് കർഷകര്. കർഷകർ എന്ന് പറയുമ്പോൾ അവർ എവിടെയായിരിക്കും താമസിക്കുന്നത്? ഗ്രാമങ്ങളിലായിരിക്കും താമസിക്കുന്നത്. അവരെ സംബന്ധിച്ച് തീരെ ഓപ്പോസിറ്റ് ആണ്. വളരെയധികം മോശമായിട്ടുള്ള അവസ്ഥയായിരിക്കും. ഇവർക്ക് കൂടുതലും നികുതി കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഏത് രാജവംശം വന്നാൽ എന്താണ്, അവരുടെ കയ്യിൽ നിന്നും നികുതി ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതം ഭയങ്കര നരക തുല്യമായിരിക്കും. കാര്യങ്ങളാണ് അതിനകത്ത് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് ഹാദിസ് എന്ന് വെച്ചാൽ എന്തോന്നാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ടുള്ളത്. ഓക്കെ, ഹാദിസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയുടെ വാക്കുകളെ സംരക്ഷിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഹാദിസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ആ ഹാദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയുടെ വാക്കുകളെ സംരക്ഷിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഹാദിസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മുഹമ്മദ് നബിയുടെ മരണത്തിന് ശേഷം എന്താണ്, ഈ ഖലീഫമാരായിരുന്നു പിന്നീട് അധികാരത്തിൽ വന്നത്. ഇവന്മാരെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഒന്നും ആയിരുന്നില്ല ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം വന്ന 4 ഖലീഫമാരായിരുന്നു ഉണ്ടായിരുന്നത്. അത് നോക്കി വെച്ചേക്കാം കേട്ടോ. പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇസ്ലാമിന്റെ 5 മൗലിക സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് നോക്കാനായിട്ടുള്ളത്. ഇസ്ലാമിന്റെ മെയിൻ ആയിട്ടുള്ള 5 മൗലിക സിദ്ധാന്തങ്ങൾ ഏതാണ്? ഒന്ന് തൗഹീദ്. തൗഹീദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസം. രണ്ടാമത് നമാസ്. നമാസ് എന്ന് വെച്ചാൽ പ്രാർത്ഥനകൾ. ദിവസം എത്ര നേരം പ്രാർത്ഥിക്കണം? 5 നേരം നമസ്കരിക്കണം. പിന്നെ ഉള്ളത് റോസ. റോസ എന്ന് വെച്ചാൽ റംസാൻ മാസത്തിൽ എന്ത് ചെയ്യുക? ഉപവാസം അനുഷ്ഠിക്കണം. പിന്നെ അടുത്ത് സക്കാത്ത്. സക്കാത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭിക്ഷാദാനം തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുക. ഹജ്ജ് എന്ന് വെച്ചാൽ എന്താണ്? മക്കയിൽ പോയി ലൈക്ക് തീർത്ഥാടനം ചെയ്യുക, ആ ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇത്രയും നോക്കിയാൽ മതി കേട്ടോ.